ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യവും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. എന്ത് കാര്യങ്ങളാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്കിടെ 8 ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. അവിടെ തന്നെ നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് വരുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് കപ്സ് ആണ്. 10 of wands, okay, 10 of swords, knight of cups, knight of cups, the emperor card ആണ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, the full card. ഓക്കെ, queen of pentacles, strength കാർഡ് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് 7 ഓഫ് സോർഡ്സ് ആണ്. അതുപോലെ നമ്മൾ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 9 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ചിട്ട് നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ നോക്കുമ്പോൾ 10 ഓഫ് വൺസ് ഉണ്ട്. അതുപോലെ തൊട്ടടുത്ത് തന്നെ 10 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി എന്ത്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നിരാശയിലേക്ക് പോയി നിൽക്കുന്ന ഒരു വ്യക്തി ഇനി എന്ത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു മാറ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുറത്തു കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉള്ളിൽ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അവർക്ക് അവർ തന്നെ, അതായത് ആ ഒരു വ്യക്തി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ചില ഭയങ്ങളുടെയും ആശങ്കകളുടെയും ഒക്കെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 10 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഉത്തരവാദിത്തങ്ങളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ ഇമോഷണൽ ആയിട്ട് ഒത്തിരി ബേർഡൻ ഇവർക്കുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 10 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ വേദനകൾ, ഇതൊക്കെ അവരെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ഒരു ജീവിതത്തിന്റെ ഈ ഒരു 10 ഓഫ് സോർട്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് നമുക്കൊരു 10 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ജീവിതത്തിന്റെ ഒരു സൈക്കിൾ അവസാനിച്ചു എന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഘട്ടം കഴിഞ്ഞു എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി ഒരു പകുതിയോളം ലൈഫായി, ഇനി അങ്ങോട്ടേക്ക് വേറെ കാര്യങ്ങളാണ്, മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു നിരാശ, ഒരു ഡിപ്രഷൻ വന്നതുമായിരിക്കും. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ സെപ്പറേഷനിലും ബ്രേക്കപ്പിലും ഒക്കെ ആകാനുള്ള ചാൻസസ് ആണ് ഈ ഒരു സ്പ്രെഡിൽ റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്നത്. ശരിക്കും നിരാശയിലൂടെ, ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്, എംപറർ കാർഡ് ഉണ്ട്.
ഇപ്പോൾ അവര് കൂടുതൽ ഫീലിങ്സുകളെക്കാൾ ലോജിക്കിനെ മുന്നിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഫീലിങ്സുകൾ, അതായത് ആ ഒരു പേഴ്സണ് വിഷമാവുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ഡിസിഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് ഫേവർ ആകുന്ന രീതിയിൽ നിൽക്കാനും അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനും, ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തികൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എങ്കിൽ പോലും നമ്മൾ അവിടെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുക. അതായത് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിന്നിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് വരുന്ന വേദന, വിഷമം, ഫീലിങ്സ് ഇതൊക്കെ ഓർത്തിട്ടാണ് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു പേഴ്സൺ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് കൂടുതൽ ലോജിക്കായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. കാരണം ഇവർ പലപ്പോഴും അങ്ങനെ മറ്റു വ്യക്തികൾക്ക് വേണ്ടി നിന്ന സമയത്തൊക്കെ അതൊരു ഫേവർ ആയിട്ട് ആ ഒരു വ്യക്തികൾ അത് സ്വീകരിക്കും. അതിനുശേഷം ഈ ലാസ്റ്റ് ആ ഒരു പ്രശ്നത്തിന്റെ ആ ഒരു സിറ്റുവേഷന്റെ എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മോശമായിട്ടുള്ള പേരുകൾ ലഭിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവര് ചിലവരൊക്കെയാണെങ്കിൽ നേരെ നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ പറഞ്ഞിരുന്നോ എന്നവർ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പണി കിട്ടുക എന്ന് പറയാം. ആ ഒരു രീതിയിൽ കുറേ പണികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സുകൾ എല്ലാം ഇവരിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവർ ലോജിക്ക്, ഒരു കാര്യം ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ലോജിക്കായിട്ട് ചിന്തിക്കും. ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നൊക്കെ പണികൾ വരും എന്നാണ് ഇപ്പം ഇവർ ചിന്തിക്കുന്നത്. എന്ത് കാര്യത്തിനായി, ഇപ്പൊ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സാമ്പത്തികപരമായ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് ചെറിയ കാര്യത്തിന് ഇറങ്ങിയാലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന, കാരണം അവർ കുറേ പണികൾ വാങ്ങി അവർക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയി ശരിക്കും. അപ്പം അവരിപ്പം എന്ത് പ്രശ്നത്തിന് വന്നാലും അല്ല എന്ത് സെനാരിയോയിൽ ഇറങ്ങിയാലും അവർ ഫസ്റ്റ് ചിന്തിക്കുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ആക്ഷൻസ് മൂലം എനിക്ക് എന്തെങ്കിലും പണി വരുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം, അതായത് ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഹൃദയം എന്തു പറയുന്നു എന്നതിനേക്കാൾ എന്താണ് ശരി എന്ന ഒരു ചിന്തയും അവർക്ക് ഈ ഒരു മാറ്റത്തിലൂടെ വന്നിട്ടുണ്ട്. അപ്പം ഹൃദയം ചിലപ്പോൾ നമ്മളോട് ആ ഫീലിങ്സുകളുടെ പുറത്ത് പറയും, നീ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പറ, അങ്ങനെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നീ അവിടെ മിണ്ടാതിരുന്നോ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആ ഒരു ന്യായം എവിടെയാണോ അല്ലെങ്കിൽ ന്യായം എന്താണോ ശരി എന്താണോ അതാണ് ശരിക്കും പറയേണ്ടതും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ആ ഫീലിങ്സുകളുടെ പുറത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് പോയി എക്സ്പീരിയൻസ്ഡ് ആയതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരി എന്ന ഒരു ചിന്തയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ടും ഒരു മാറ്റം എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്നത്. എംപറർ കാർഡ് കാണിക്കുന്നത് അവർ ജീവിതം വീണ്ടും അവരെ കൺട്രോളിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ, അതായത് ഒരു ഡിപ്രഷനിലേക്കോ നിരാശയിലേക്കോ ഒത്തിരി വിഷമത്തിലൂടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചുമന്ന് മടുത്ത് എന്ത് തൊട്ടാലും പണിയായിട്ട് വിഷമിച്ച് അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് നിന്നിരുന്ന ഒരു വ്യക്തി ഇപ്പൊ പതിയെ ആ ഒരു ലൈഫ് വീണ്ടെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ അവര് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് സെപ്പറേഷൻ അല്ലേ പോലും ഒരു തണുത്ത പ്രകൃതം പോലെ കാണിക്കുന്നത്, ഒരു കോൾഡ് ആയിട്ടും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇടുന്നതും ഒക്കെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് ഫീലിങ്സ് ഉണ്ട്, വിഷമങ്ങളുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അവർ എല്ലാത്തിലും. അവർക്കിപ്പോൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ തന്നെ പേടിയായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു 3 ഓഫ് കപ്സും അതുപോലെ 9 ഓഫ് പെന്റിക്കിൾസും ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ വളരെ സന്തോഷത്തോടെയും വളരെ കോൺഫിഡൻസ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന പോലെ, ഒത്തിരി ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ ആ ഒരു കഥ മുഴുവനും ശരിയല്ല. അവര് എല്ലാവരെയും കാണിക്കുന്ന ആ മുഖം അത് അവരുടെ ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മാത്രമാണ്. അവർ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുകയും വളരെ ബിസി ആയിരിക്കുകയും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന, വളരെ ഹാപ്പി ആയിരിക്കുന്ന പോലുള്ള സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഉള്ളിൽ ചില ഒരു ഉത്തരം കിട്ടാത്ത കുറെ ഇമോഷൻസ് ഇപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോർട്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ സ്ട്രെങ്ത് കാർഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കാർഡ്സുകൾ പറയുന്നത് അവർ ചില ഫീലിങ്സുകൾ തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. അപ്പം ഇവിടെ 7 ഓഫ് സോർട്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനായിട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട് പക്ഷെ പറയാനായിട്ട് ധൈര്യമില്ല. ആ ഒരു രീതിയിലുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്ന ഈ ഒരു സമയത്ത്. അതായത് ഞാൻ ഇനിയിപ്പോൾ ഒത്തിരി ഒരു ഫീലിങ്സുകളുടെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അപ്പം എൻ്റെ യഥാർത്ഥ ഫീലിങ്സുകൾ പുറത്ത് വന്നാൽ എന്താകും ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ നേരിട്ടതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അവർ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു,
അവരുടെ ഇന്നർ പീസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവര് ലൈഫിൽ അവർ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയൊക്കെ ഒരു അവരുടെ ചിന്തകളിലായിക്കോട്ടെ, പെരുമാറ്റത്തിലായിക്കോട്ടെ, ഡ്രസ്സിങ് സ്റ്റൈലിലായിക്കോട്ടെ, ഇങ്ങനെ എല്ലാത്തിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ പലപ്പോഴും ആരോടും ഒരു നോയൊക്കെ പറയാനായിട്ട് ഒത്തിരി മടിയുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവര് നോ എന്ന് പറഞ്ഞതിന് ശേഷം അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എന്ന് അവർ തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലൂടെ. അപ്പോൾ അത്രയധികം ഒരു മാറ്റത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇതാണ് ഇവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. അവർ ഇതുവഴി ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ കാർഡ് വഴി ഈ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമോഷണൽ മെസ്സേജ് ആണ് നമുക്ക് നൽകുന്നത്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഫീലിങ്സുകൾ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ ഇപ്പോൾ എല്ലാം തുറന്ന് പറയുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ മരിച്ചിട്ടില്ല, അതെന്നും ഒരു ഓർമ്മയായിട്ട് അല്ലെങ്കിൽ ഉണർന്ന ലൈവായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം വേണം ഈ പേഴ്സൺ ഡയറക്റ്റ്ലി ആവശ്യപ്പെടുകയാണ്. ഞാൻ കാര്യങ്ങളെ കൂടുതൽ ഒരു മച്ചുവറായിട്ട് കാണാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്പേസ് വേണം. ആ ഒരു സ്പേസ് ആണ് ഞാൻ ഈ സെപ്പറേഷനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അവര് പെട്ടെന്ന് എടുത്തിയാടി ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ചെറുതാണെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ഒരു തുടക്കം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അവര് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളോട് നോക്കുമ്പോൾ നമുക്ക് ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം വേണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ ഇപ്പോഴും ഒരു തയ്യാറാകുന്ന അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ നിനക്ക് ഫേവറായിട്ട് ഒരു ആക്ഷൻ എടുക്കും. അത് നമ്മുടെ റിലേഷൻഷിപ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുൾ കാർഡ് വരുമ്പോൾ ന്യൂ സ്റ്റാർട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം റീസ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ കാർഡ് ഇവിടെ ഒരു പ്രതീക്ഷയുടെ കാർഡ് തന്നെയാണ്. അപ്പം പാസ്റ്റിലെ ആ ഒരു വിഷമങ്ങളും നിരാശകളും ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് അതിൽ നിന്നെല്ലാം മോചിതരായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളെക്കുറിച്ചുള്ള എനർജി വളരെ ന്യൂട്രലായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ നിങ്ങളെ ശരിക്കും ഇത്ര നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവുക. എങ്കിൽ പോലും ഒരിക്കലും നിങ്ങളെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പറയുകയോ അങ്ങനെ ഒരു ചിന്ത പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു നല്ല രീതിയിൽ കെയറിങ് നൽകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങൾ എപ്പോഴും അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നവര് അതൊക്കെ അവരൊരു നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ കാണുന്നു. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളെ അവർ കാണുന്നത്. അപ്പം ഇവിടെ കാർഡ്സിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ കാർഡിൽ ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് ഒരു എൻഡിങ് കഴിഞ്ഞ് ഒരു റീബിൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫേസിലൂടെയാണ് ഈ റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കൊടുങ്കാറ്റിൽ പെട്ട് അതിൽ നിന്ന് വീണ്ടും ജീവിതം ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ഒരു പ്രസന്റ് നോക്കുവാണെങ്കിൽ. അപ്പൊ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അകലെയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ സെപ്പറേഷനിലായിരിക്കാം, എന്നെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടാവില്ല, ഇതൊക്കെ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതെനിക്ക് ഒന്നും തന്നെ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നീ വിചാരിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് ഫീലിങ്ങുകൾ ഇല്ല എന്നർത്ഥമില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നില്ല, നിന്നെ കാണാൻ തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളാണെങ്കിലും വിചാരിക്കാം, ആ ഒരു പേഴ്സൺ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാം, എന്നെ കോൾ ചെയ്യാം,
പക്ഷെ അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിനോടാണ് പറയുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അവർക്ക് ഫീലിങ്സുകൾ നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ ആ ഒരു പഴയ വേദനയിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് ഈ വ്യക്തി പറയുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതം വീണ്ടും ഒരു സ്ഥിരതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് അത്തരത്തിൽ അത് റീബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു തിരക്കിലാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പറയാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല. പക്ഷെ അവരുടെ യാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിങ്ങനെ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ഏറ്റവും സ്ട്രോങ് ഫീലിങ്സിനേക്കാൾ ശക്തമായിട്ട് കാണുന്നത് ഹീലിങ്സ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ന് കാണുന്നുണ്ട്. സെൽഫ് കൺട്രോൾ, റീബിൽഡിങ്, ന്യൂ ബിഗിനിങ്. അപ്പോൾ ഇവർ ആക്ഷനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സൈലൻസ് പലപ്പോഴും ലാക്ക് ഓഫ് ഫീലിങ്സ് അല്ല, മറിച്ച് സ്വന്തം ജീവിതം വീണ്ടും ക്രമപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നതാണ് ഈ ഒരു കാർഡുകളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സോൾ മെസ്സേജസ് നോക്കാം. ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, അവർക്ക് മറ്റൊരു ചാൻസ് കൊടുക്കാനാണ് ഈ ഒരു സമയത്ത് അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, അവർ പറഞ്ഞു പോയിട്ടുള്ള കുറേ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെ കിട്ടിയത് ഏറ്റവും ഒരു ഭാഗ്യമാണ് എന്നവർ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകൾ അവർ ദിവസങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ലവ് യു എന്നുകൂടി അവർ ആ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു. അത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം, എൻ്റെ കണ്ണുനീരെല്ലാം ഞാൻ എൻ്റെ പുഞ്ചിരിയുടെ മറവിൽ മറയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അവരവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാതിരുന്ന് മുന്നോട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ വീണ്ടും അവർ ആ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സുകളാണ് അവരുടെ തുറന്നു കാണിക്കുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയോ മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവർ ഈ ഒരു സമയത്ത് സോറി ചോദിക്കുന്നുണ്ട്. യെസ്, ഐ ആം ജലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനിവൺ, യു ആർ മൈൻ. ഓക്കെ, അവർ അസൂയോടുകൂടി പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പൊസസീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം. കാരണം അവർക്ക് നിങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടിയും നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് അവരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോയത് എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് റൈഡിങ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പാലക്കാട് ജില്ല എന്നുള്ള വ്യക്തിയായിരിക്കാം. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. റീഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ ഒ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 35 കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. നമ്പർ 55 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8,
ലെറ്റർ ടി. ഓക്കെ, നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 37 ട്രൂ ലവ്, ലെറ്റർ എം നമുക്ക് കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല, ഓറഞ്ച് കളർ. നമ്പർ 31 ലെറ്റർ പി. നമ്പർ 32 2002 മ്യൂസിക്. നമ്പർ 22 1991. Number 34 number 56 letter U, letter Z. Number 29 this month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1988 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 28 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.